Hi guys, welcome back to Ravitrack പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മങ്ങാട് സുസുക്കി മലപ്പുറം ബ്രാഞ്ചിലാണുള്ളത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സുസുക്കി V-Storm SX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ റിവ്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് അത് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സുസുക്കി V-Storm SX എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിലും നമ്മൾ എന്താണ് കമ്പനി ആഡ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഈ രണ്ട് വാഹനം തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ V-Storm SX എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുമായിട്ട് കമ്പനി ഒരു നെയിം ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും V-Storm SX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിറ്റ് ടോട്ടലി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൂർത്ത് വരുന്ന ഒരു രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി BMW വെഹിക്കിൾസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് കമ്പനി ഒരു വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് പോർഷനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ സുസുക്കി ജിക്സോറായിട്ട് സാമ്യപ്പെടുത്തുന്ന ഒരു പിന്നെ ഹെഡ്ലൈറ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്കത് മാത്രം കുറച്ചൊരു എന്താണ് ഒന്നുകൂടി ഡിസൈൻ ചെയ്യാമായിരുന്നു, ഒന്നുകൂടി ന്യൂ ഡിസൈനായിട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ളത് തോന്നി വാഹനം കണ്ടപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോർമൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ വിൻഡ്ഷീൽഡ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് ഗാർഡ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നതാണ്. നമുക്കൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഹിമാലയൻ മോഡൽസിലൊക്കെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഹാൻഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പാസിംഗ് ലൈറ്റ് സ്വിച്ച് വരുന്നത്. പിന്നെ ഡിമാൻഡ് ബ്രൈറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹോൺ. ഇത്ര സ്വിച്ചസ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് ബോർഡിന് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വലതുവശത്തായിട്ട് കമ്പനി ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഡിജിറ്റൽ മീറ്ററിനകത്ത് നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എത്ര റേഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ചാർജ് എത്രയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് വന്നതിൽ അതിൻ്റെ അലർട്ട് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഈ വ്യക്തിയുടെ നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന ആളുകളുടെ നമ്പർ സേവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേക്ക് അതുവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പേര് എഴുതി കാണിക്കും ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്, കിലോമീറ്റർ, ബാറ്ററി വോൾട്ട്, പിന്നെ എല്ലാം ഓവറോൾ നമ്മുടെ ഏറെക്കുറെ എല്ലാം ആ ഒരു ചെറിയ മീറ്റർ കൺസോളിനകത്ത് കമ്പനി ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പാസിംഗ് ലൈറ്റ് സ്വിച്ച് വരുന്നത്. പിന്നെ ഡിമാൻഡ് ബ്രൈറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹോൺ. ഇത്ര സ്വിച്ചസ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് ബോർഡിന് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വലതുവശത്തായിട്ട് കമ്പനി ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് ഓപ്പണിങ് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്. പിന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ടാങ്കിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് പ്രസ്സിങ് ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞത്. അത്യാവശ്യം ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കാര്യങ്ങൾ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഓവറോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ കമ്പനി ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 880 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1180 mm ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1355 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഏകദേശം നമ്മൾ ഓവറോൾ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാം. നമുക്കൊരു ഭാഗത്തായിട്ടാണ് ഡ്യുവൽ സ്പ്ലിറ്റ് ടൈപ്പ് സീറ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ടുള്ള പിന്നെ ഡിസൈനിലാണ് ഈ ഒരു കമ്പനി ഇതിൻ്റെ സീറ്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്പം ഹാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ കുറച്ച് താന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ റൈഡിങ് പൊസിഷന് കാര്യങ്ങളൊക്കെ അത് താന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വഞ്ചർ ടൂറർ സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെയൊക്കെ ഈ ഒരു ഫ്രണ്ട് സീറ്റ് നമുക്കൊന്ന് താന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിന് ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലഗേജ് കാരിയർ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നതല്ല. ഇതും സെയിം ഹിമാലയൻ അതുപോലെ തന്നെയാണ്. റോയൽ എൻഫീൽഡ് ഹിമാലയനായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ ഇതുപോലെ തന്നെ ഒരു ലഗേജ് കാരിയറാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇത്രത്തോളം സ്പേസി ആയിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു വാഹനത്തിൻ്റെ ലഗേജ് കാരിയർ എന്ന് പറയുന്നത്. നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേദി കൂടിയിട്ടുള്ള ഗ്രിപ്പോട് കൂടിയുള്ള ടയേഴ്സാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ABS വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വാഹനം ഒരു ഡ്യുവൽ ചാനൽ ABS വെഹിക്കിളാണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈലൻസർ ഏരിയ എന്ന് പറയുന്നത്. നമുക്കൊരു സിംഗിൾ സിലിണ്ടർ വെഹിക്കിളാണ്. അപ്പോൾ സൈലൻസർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലൊരു ഷീൽഡ് കമ്പനി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് വരുന്നത് വളരെ ചെറിയ ഫുഡ് റെസ്റ്റ് ആണ്. അത്രത്തോളം ബാക്കിലിരിക്കുന്ന പില്ലിന് അത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു നെഗറ്റീവ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈഡർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് രീതിയിലാണ് നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം വളരെ കംഫർട്ടബിൾ ആണ്.
ഒരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിൽ ഇറങ്ങിയിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എഞ്ചിൻ ഗാർഡ് പോലെ കമ്പനി ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല, കമ്പനി ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സാരി ഗാർഡ് കമ്പനി ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയിൻ്റെ ഇവിടെയായിട്ട് ചെറിയൊരു കവറിങ് വന്നിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് കഴിയില്ല, കാരണം 250cc വെഹിക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളുള്ള വെഹിക്കിളായിരിക്കാം. അഡ്വഞ്ചർ ടൂറർ സെഗ്മെൻറ്റിലുള്ള വാഹനമായതുകൊണ്ട് നമുക്കിതിന് ചെയിൻ കവർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ആണെങ്കിലും ചെയിൻ ക്രാക്കായി പോയി അങ്ങനെയുള്ള അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെയിൻ ഇതിനകത്ത് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ടോട്ടലി ഒരു ചെയിൻ കവർ കമ്പനി കൊടുക്കാത്തത്. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഈ വാഹനം ഒരു മോണോ സസ്പെൻഷൻ വെഹിക്കിളാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ സാധിക്കും. നമുക്കൊരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിലുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോണോ സസ്പെൻഷൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് വളരെ വലിയ ഒരു ഡിസ്ക് സിസ്റ്റം തന്നെയാണ് കമ്പനി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും ABS ബ്രേക്ക് തന്നെയാണ്. ബൈബ്രൈഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കമ്പനി ഇതിനകത്ത് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റിഫ്ലക്ടറും വരുന്നുണ്ട്. നമുക്കിതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഒരു കവറിങ് വന്നിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ചെറിയ ഫ്രണ്ടിലൊരു എന്താ പറയുക, നമുക്കൊരു കിറ്റും കമ്പനി ഇതിനകത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അഡ്വഞ്ചർ ടൂറിങ് ചെയ്യുന്ന സമയത്ത് മഡ് കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് തെറിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു വാഹനം ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ് നമുക്കതിനകത്ത് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. എക്കോ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു നെയിം ബാഡ്ജ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SX250 എന്ന് പറഞ്ഞിട്ടുള്ള നെയിം ബാഡ്ജും ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് 3 കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ, അതുപോലെ തന്നെ ബ്ലാക്ക്, അതുപോലെ തന്നെ ഓറഞ്ച്. ഇങ്ങനെ 3 കളേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് റൈഡ് ചെയ്തിട്ടുള്ള ഒരു കംഫർട്ട് ഞാൻ പറയാം, പക്ക റൈഡിങ് കംഫർട്ടുള്ള വാഹനം തന്നെയാണ്. നമ്മുടെ 250 സെറ്റിൽമെൻറ്റിൽ നമ്മൾ ഓൾറെഡി ജിക്സർ വാഹനം കണ്ടിട്ടുള്ളതാണ്. അതേ പിന്നെ സ്പെക്ക് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്തും കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കീ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡ് സ്റ്റാൻഡ് തട്ടുക. സൈഡ് സ്റ്റാൻഡിനകത്ത് സെൻസർ ഉണ്ടായതുകൊണ്ട് തന്നെ സൈഡ് സ്റ്റാൻഡ് തട്ടാതിരുന്നാൽ ഈ ഒരു വാഹനം സ്റ്റാർട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എന്നതിന് ശേഷം സെൽഫ് അടിക്കുക. സെൽഫ് അടിക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും സെൽഫ് അടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ പിടിച്ച് കൊടുക്കരുത്. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് സെൽഫ് മോട്ടർ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് നമ്മുടെ ഇതിനകത്ത് കാണിക്കും, നമ്മുടെ മീറ്ററിൽ 0യിലേക്ക് ഡിജിറ്റൽ മീറ്റർ പോകും. അപ്പോൾ 0യിലായതിനു ശേഷം മാത്രം നമ്മൾ സെൽഫ് അടിക്കുക. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവലിൻ്റെ എത്രത്തോളം ഇതിനകത്ത് ഫ്യൂൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. മിനിമം ഒരു 2 ലിറ്റർ പെട്രോൾ വാഹനത്തിനകത്ത് കുറയാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കംപ്ലയിൻസ് തീർച്ചയായിട്ടും വരും. പിന്നെ നമുക്ക് നമ്മുടെ വാഹനത്തിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യാം, സെൽഫ് അടിക്കാം. സെൽഫ് അടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യാം, ജസ്റ്റ് സെൽഫ് അടിക്കുക. അത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിൽ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യാം, ഓഫ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് 270+ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഏകദേശം 35 to 45 വരെ നമുക്ക് കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മൈലേജ് എന്ന് പറയുന്ന ഒരു 250 സെഗ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സുസുക്കി വിസ്റ്റം SX എന്ന് പറഞ്ഞുള്ള വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.